ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അവിൽ മിക്സറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചൂടായ പാനിലേക്ക് ഒരു 2 കപ്പ് അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് നല്ല നൈസായിട്ടുള്ള അവിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ അവിലിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സ്ചറിൽ ഇടാനുള്ള കടലയും പൊട്ടുകടലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നിലങ്കടല നമുക്ക് കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് വെച്ചിട്ടുള്ള നിലങ്കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതല്ല വറുക്കാത്ത കടലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. പിന്നെ ആവശ്യത്തിന് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കശുവണ്ടി പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കടിക്കുമ്പം കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് മതിയാവും. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ലൊരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്കിതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 2 വറ്റൽ മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തുനിന്നും എത്തട്ടെ. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മൾ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് അവിൽ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും നല്ലൊരു സ്നാക്സ് വേറെ ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ചായ ഉണ്ടാക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സ്ചറും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.